Google ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു, ആമസോൺ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു. ആ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്ന് പിന്നെ എന്താ അവർക്ക് കോമ്പറ്റീറ്റർ ഇല്ല. പീപ്പിൾ ഡ്രിവണിൽ നിന്ന് സിസ്റ്റം ഡ്രിവണിലേക്ക് മാറി, സിസ്റ്റം ഡ്രിവണിൽ നിന്ന് ഡാറ്റ ഡ്രിവണിലേക്ക് മാറി, ഡാറ്റ ഡ്രിവണിൽ നിന്ന് കളക്റ്റീവ് കോൺഷ്യസ് ഡ്രിവണിലേക്ക് മാറി. ഇതാണ് ഏറ്റവും പരമമായ സ്റ്റേജ്. ആ ലെവലിലേക്ക് വരുമ്പോൾ യു വിൽ ബിക്കം എ ഗ്ലോബൽ ബ്രാൻഡ്. Greenlives Coaching and Training Solution. Last point, the 10th point, that is collective conscious driven company ആവാന്നുള്ളതാണ്. അത് കമ്പനീനെ എന്ത് ചെയ്യും, ആൾക്കാർ ഏറ്റെടുക്കും. ഫേസ്ബുക്കിൻ്റെ പ്രൊഡക്റ്റ് നമ്മളാണ് അല്ലേ, നമ്മളാണ് പ്രൊഡക്റ്റ്. പബ്ലിക് ഏറ്റെടുത്തു. ഗൂഗിളിൽ നമ്മളാണ് പ്രൊഡക്റ്റ്, യൂട്യൂബിൽ നമ്മളാണ് പ്രൊഡക്റ്റ്. പബ്ലിക് ഏറ്റെടുക്കുക കമ്പനീനെ. ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടാകും. ഗൂഗിൾ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു, ആമസോൺ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു. ആ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അവർക്ക് കോമ്പറ്റീറ്റർ ഇല്ല. ഗൂഗിളിന് എത്ര സർവീസ് ഉണ്ട് നമുക്കതിന് പോലും അറിയില്ല. 300-350 സർവീസ് ഗൂഗിളിന് ഉണ്ടാവും. അങ്ങനത്തെ കമ്പനീസ് കുറവാണ്, പക്ഷെ ഒരു കോമ്പറ്റീറ്റർ ഇല്ല. ഇനി ഗൂഗിളിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? മാർക്കറ്റിൽ വേറെ കമ്പനിക്ക് വരാൻ കഴിയുമോ? അത്രയും എക്കോസിസ്റ്റം ഒരു ബിൽഡ് ചെയ്തു. ഏതെങ്കിലും 10-20 പ്രോഡക്റ്റ് 30 ഇത് നഷ്ടത്തിലാണെങ്കിലും ഒരു മറ്റോട് നിന്നുണ്ടാവും, ഫണ്ട് വന്നോളൂ. പക്ഷെ ഇത് മറ്റിനെ സപ്പോർട്ട് ചെയ്യും, ജിപേ മറ്റിനെ സപ്പോർട്ട് ചെയ്യും, യൂട്യൂബ് ഇതിനെ സപ്പോർട്ട് ചെയ്യും, മറ്റതിനെ സപ്പോർട്ട് ചെയ്യും, എല്ലാം എന്തുണ്ടാവും. ജിയോ ഇപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിയോ ദേ ആർ ബിൽഡിങ് എൻ എക്കോസിസ്റ്റം. ജിയോ നെറ്റ്, ജിയോ ഹെൽത്ത്, ജിയോ പേ, എന്താണ്, ദാറ്റ്സ് എക്കോസിസ്റ്റം. ആമസോൺ ദേ ഹാവ് ഓൾറെഡി ബിൽഡ് എ എക്കോസിസ്റ്റം. ക്ലിയർ? ഗൂഗിൾ ദേ ഹാവ് എൻ എക്കോസിസ്റ്റം. അപ്പോൾ എന്താവും, നമ്മളെ കളക്റ്റീവ് കോൺഷ്യസ് ഡ്രിവണിലേക്ക് ആ കമ്പനി മാറും. അതായത് പീപ്പിൾ ഡ്രിവണിൽ നിന്ന് സിസ്റ്റം ഡ്രിവണിലേക്ക് മാറി, സിസ്റ്റം ഡ്രിവണിൽ നിന്ന് ഡാറ്റ ഡ്രിവണിലേക്ക് മാറി, ഡാറ്റ ഡ്രിവണിൽ നിന്ന് കളക്റ്റീവ് കോൺഷ്യസ് ഡ്രിവണിലേക്ക് മാറി. അതാണ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ പരമമായ സ്റ്റേജ്. ഓട്ടോ പൈലറ്റ് ആവാന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ആൻ ആർട്ട്, ഇറ്റ്സ് എ സയൻസ് ടു. അതിലൊരു സയൻസ് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോ പൈലറ്റ് ആവാന്നുള്ളതാണ്. ഓട്ടോ പൈലറ്റ് മിക്ക സംരംഭകർക്കും അതാവാൻ പറ്റാറില്ല. ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓട്ടോ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. തേർഡ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമിങ് ഗ്രോത്ത്. ഇതാണ് ഏറ്റവും പരമമായ സ്റ്റേജ്. ആ ലെവലിലേക്ക് വരുമ്പോൾ യു വിൽ ബിക്കം എ ഗ്ലോബൽ ബ്രാൻഡ്. അപ്പോഴേക്ക് നമ്മളൊരു ഗ്ലോബൽ ബ്രാൻഡ് ആയിട്ടുണ്ടാവും. ഇതാണ് 10 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞത്. ദ 10 സ്റ്റെപ്സ് ടു ബി എ ഗ്ലോബൽ ഓൺടർപ്രണർ. ദ നെക്സ്റ്റ് ജൻ ലീഡർ, റൈറ്റ് ടീം, എ ലോങ് ടേം വിഷൻ ആൻഡ് മിഷൻ, ബിസിനസ് മോഡൽ, person to system driven company, a culture of discipline, technology accelerate, franchise your business, IPO pitching, collective conscious driven. These are the 10 steps to be a global brand. It's not final. This is my perception. Like നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, യു ക്യാൻ ആഡ് യുവർ ഓൺ ഐഡിയ. ഞാൻ പഠിച്ചതും ഞാൻ വായിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൺസോളിഡേറ്റ് ചെയ്ത് നമ്പർ ഇട്ടതാണ്. ഇതിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ we invite you all. This is theory part. And എങ്ങനെ ഗ്ലോബൽ ബ്രാൻഡ് ആവാം. Greenlives Coaching and Training Solution.